വന്യജീവി മനുഷ്യ സംഘർഷം എന്ന് പറയുന്നത് വയനാട് ജില്ലയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. വയനാട്ടിലാണ് ഇപ്പോൾ അത് ഏറ്റവും രൂക്ഷമായി നിൽക്കുന്നത് എന്നേ ഉള്ളൂ. വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കൃഷിനാശവും ജീവനാശവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിലും വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് സൗജന്യ ചികിത്സ എന്ന പ്രഖ്യാപനത്തിലും മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തെക്കുറിച്ച് ഗവൺമെൻറ് ഇനിയും ഗൗരവതരമായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഉദാഹരണത്തിന് ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ കേട്ടത് മന്ത്രി MP രാജേഷ് പറഞ്ഞതായിട്ട് അറിഞ്ഞു. അതായത് ആ വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന പഞ്ചായത്തുകളിൽ ആ ആളുകൾക്ക് വളർത്തു മൃഗങ്ങളെ ഇനി കൊടുക്കണ്ട, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കണം. വളർത്തു മൃഗങ്ങളെ നിയന്ത്രിക്കുമ്പോൾ ഈ വന്യമൃഗങ്ങളെ ഈ വളർത്തു മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരില്ലല്ലോ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. പക്ഷെ എത്ര ബാലിശ്യമായ ഒരു ഫാദർ അദ്ദേഹം തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഉയർന്ന ഒരു നിർദ്ദേശം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു തീരുമാനം, അതായത് വനാതിർത്തി പ്രദേശങ്ങളിൽ വളർത്തുമൃഗങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ വളർത്തുമൃഗങ്ങളെ വളർത്താൻ അനുവദിക്കില്ല എന്ന കാര്യത്തിലോ ഒന്നുമുള്ള ഒരു തരത്തിലുള്ള തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ലെന്ന് മന്ത്രി തന്നെ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യം. പക്ഷെ അങ്ങനെയൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിലുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിലുള്ള വിഷയം എന്താണ്? ഈ വനത്തിൽ വന്യമൃഗങ്ങൾക്ക് വേണ്ടത്ര ഭക്ഷണമില്ല, ജലമില്ല. അതിന് കാരണം എന്താണ്? എവിടെയാണ് നമ്മളിത് അന്വേഷിച്ച് പോകേണ്ടത്? സ്വാഭാവികമായിട്ടുള്ള വനത്തിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള സ്വാഭാവിക കാടുകൾ ഇല്ലാതായിരിക്കുന്നു. അവിടെ വനത്തിൽ നിത്യഹരിത വനങ്ങളെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വനത്തിനുള്ളിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട തേക്കുകൾ, അക്കേഷ്യ, അതുപോലെയുള്ള കൃത്രിമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗവൺമെൻറ് വനം വകുപ്പ് തന്നെ നട്ടുപിടിപ്പിച്ച് ഇത്തരം വൃക്ഷങ്ങളാണുള്ളത്. അതുകൊണ്ട് അടിക്കാടുകൾ നശിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണമോ വെള്ളമോ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ മൃഗങ്ങൾ പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു കാരണം. പിന്നെ മൃഗങ്ങൾ വളരെയധികം വർദ്ധിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. അതിനുള്ള പരിഹാരമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ വനാതിർത്തിക്കുള്ളിൽ വന്യജീവികളെ നിർത്താൻ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വളരെ ഗൗരവപരമായിട്ട് ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു അതിർത്തി പ്രദേശങ്ങളിൽ നമ്മുടെ പട്ടാളക്കാർ തോക്കും പിടിച്ച് നിൽക്കുകയും വലിയ മതിലുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. എന്തിനാണ്? ശത്രുക്കൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യരെ ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കുവാനുള്ള സംവിധാനം എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ചെറിയ ചെപ്പടി വിദ്യത കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മളെന്തേ മനസ്സിലാക്കാത്തത്? അതുപോലെ ഇതുവരെ നമ്മുടെ മന്ത്രിമാർ 3 പേര് ഇന്ന് പോയത് നല്ല കാര്യം, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനു മുമ്പ് ആകാമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ കത്തോലിക്ക കോൺഗ്രസ് പലതവണ ഉയർത്തിക്കൊണ്ടുവന്നതാണ്, മറ്റ് സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അഭിലാഷ് സാർ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഉദാഹരണത്തിന് കാസർഗോഡ് മേഖലയിൽ പന്നി ആക്രമിച്ച ആ ആൾ ഇപ്പോഴും കാഞ്ഞങ്ങാട് ആശുപത്രി കിടക്കുകയാണ്. ഇവിടെ ഇരിട്ടി മേഖലകളിൽ പല സ്ഥലങ്ങളിൽ കാട്ടുപന്നി ആക്രമിച്ചിട്ടുണ്ട്, കാട്ടുപോത്തിറങ്ങി ഭീതി പരത്തിയിട്ടുണ്ട്, കടുവ, പുലി എന്നിവയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണണം. ഇടുക്കി പ്രദേശത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ഗ്രാമങ്ങൾ മാത്രമല്ല, വനത്തിൽ നിന്ന് 10-20 കിലോമീറ്റർ അകലെയുള്ള പട്ടണ പ്രദേശങ്ങളിൽ പോലും ഈ പ്രശ്നമുണ്ട്. ഇരിട്ടിയിലെ പെരുങ്കരിയിൽ ജസ്റ്റിൻ എന്ന സഹോദരനെ ആനകുത്തിക്കൊന്നതും അതുപോലെ ഈ നെല്ലിക്കാംപോയിലെ ജോസ് എന്ന് പറയുന്ന സഹോദരനെ ആനകുത്തിക്കൊന്നതും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ എല്ലാവരും പറഞ്ഞതാണ്. ഓരോ പ്രശ്നം വരുമ്പോഴും പെട്ടെന്ന് അതിനൊരു താൽക്കാലിക പ്രതിനിധി കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ചിന്തിക്കണം. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമല്ല വേണ്ടത്. സത്യത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്നും പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ പരസ്പരം പോരടിക്കുകയല്ല വേണ്ടത്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയമായി കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ശത്രുപക്ഷവും മിത്രപക്ഷവും ഒന്നും അല്ല വിഷയം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കിട്ടണം. അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ആരോടാണ് പരാതിപ്പെടാനുള്ളത്? ഇവിടുത്തെ ഗവൺമെൻറ്റിനോടാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനോടല്ലാതെ ആരുടെ അടുത്ത് നമ്മൾ പരാതി പറയും? അപ്പോൾ ജനം പ്രതികരിക്കും. ജനം പ്രതികരിക്കുമ്പോൾ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. ഈ ജനത്തിൻ്റെ ജീവന സുരക്ഷിതത്വത്തിന്
സംരക്ഷണം നൽകാൻ ഉതകുന്ന നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. പ്രത്യേകിച്ച് മന്ത്രിമാർ, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ഈ കാര്യത്തിൽ ഇടപെട്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ കൃത്യങ്ങൾ നിർവഹിക്കണം. ഈ വന വകുപ്പിലും ഉദ്യോഗസ്ഥരെ എന്താണ് ചെയ്യുന്നത്? ഒത്തിരി നല്ല ഉദ്യോഗസ്ഥരുണ്ട്, അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ശുഷ്കാന്തി അങ്ങനെ പല കാര്യങ്ങൾ നിശ്ചയമായിട്ടുണ്ട്. നമുക്കത് ചർച്ച ചെയ്ത് വരാം.